കൈഡോയിന് ഇതിൽ പരം അപമാനം ഇനി വരാനില്ല. കൈഡോ എന്തൊക്കെ ചെയ്തിരുന്നോ അതിനേക്കാളൊക്കെ ഉരുപ്പടി മുകളിലാണ് ലോക്കി. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലോക്കി കൈഡോയിന്റെ ഒരു ഇംപ്രൂവ്ഡ് ആൻഡ് ബെറ്റർ വേർഷനാണ്. കൈഡോ തന്റെ ഫിസിക്കൽ പീക്കായിരുന്ന സമയത്താണ് സ്കൈ ഐലൻഡിൽ നിന്ന് ചാടിയത്. അതേ സമയത്ത് വെറും ഒരു കുഞ്ഞാവയായിരുന്നപ്പോൾ ലോക്കി ഏകദേശം അതേ ഹൈറ്റിൽ നിന്ന് തന്നെ താഴെ വീണിട്ടുണ്ട്. അതുപോലെ തിരിച്ചു കയറി വന്നിട്ടുമുണ്ട്. സ്ട്രോങ്ങസ്റ്റ് ക്രീച്ചർ എന്നല്ല, സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് ലോക്കിനെ വിളിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലാഷ് ബാക്കിന്റെ കാര്യം നോക്കുവാണെങ്കിൽ കൈഡോയിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ലോക്കിക്ക് കിട്ടിയത്. ഇത് ഞാൻ ഗോഡ് വാലി കൂട്ടാതെയാണ് ഞാൻ പറയുന്നത്. ലോക്കിന്റെ ഫ്ലാഷ് ബാക്ക് കൈഡോയിനേക്കാൾ ബെറ്റർ ആയിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ലോക്കിക്ക് കൈഡോയിനേക്കാൾ ബെറ്ററായി ഒരു ഡ്രാഗൺ ഫോമും ഉണ്ട്. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോക്കിയും കൈഡോയും തമ്മിൽ എത്രമാത്രം സൈസിന്റെ വ്യത്യാസമുണ്ടെന്ന്. ഈ ഡ്രാഗൺ ഫോമിന് നമുക്ക് എൽബാഫിലെ ആ മ്യൂറലി വരെ കാണാൻ സാധിക്കും. അങ്ങനെ വളരെ കുറച്ച് ചാപ്റ്ററിലൂടെ തന്നെ വൺ പീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി ലോക്കി മാറി. ഇതൊക്കെ പറഞ്ഞാലും കൈഡോ വാണോയിലെ ലാവയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ ശതമാനം വൺ പീസ് ഫാൻസ് ഇപ്പോഴുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ പീസ്.